ഫ്രണ്ട്സ്, നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ അതേപോലെ ഡെക്കൻ പ്ലാറ്റോ ഓഫ് ഇന്ത്യ എന്നീ ടോപ്പിക്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്ക് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഹിമാലയാസിൻ്റെ തൊട്ട് താഴെയായിട്ട് കിടക്കുന്ന ആ പ്ലെയിൻസിനെയാണ് നമ്മൾ നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ പിന്നീട് ഒഴുകി പോകുന്നത് ഈ നോർത്തേൺ പ്ലെയിൻസിൽ കൂടാണ്. അതുകൊണ്ട് തന്നെ ഈ റിവർ കൊണ്ടുവരുന്ന അലൂവിയൽ ഡെപ്പോസിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ് ഈ നോർത്തേൺ പ്ലെയിൻസിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ അഗ്രികൾച്ചറലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. സോ ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് എ ഫുഡ് ബൗൾ ഓഫ് ഇന്ത്യ. അപ്പം നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യയാണ് നമ്മൾ ഇന്ത്യയുടെ ഫുഡ് ബൗൾ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ നോർത്തേൺ പ്ലെയിൻസിന് മറ്റൊരു പേരുകൂടുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ. ഇനി ഏതൊക്കെ സ്റ്റേറ്റ്സിൽ കൂടാണ് ഈ നോർത്തേൺ പ്ലെയിൻസ് പാസ് ചെയ്യുന്നത് ഇതും ഒന്ന് അറിഞ്ഞിരിക്കണം. 7 സ്റ്റേറ്റ്സിൽ കൂടാണ് ഈ നോർത്തേൺ പ്ലെയിൻസ് പാസ് ചെയ്യുന്നത്, ഇൻക്ലൂഡിംഗ് ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹി. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ആസാം ആൻഡ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹി. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. ഇപ്പോൾ കുറച്ച് സ്റ്റേറ്റ്സിൻ്റെ ഓപ്ഷൻ തന്നിട്ട് ഇതിൽ കൂടാണ് നോർത്തേൺ പ്ലെയിൻസ് പാസ് ചെയ്യാത്തത് എന്ന് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ഈ സ്റ്റേറ്റ്സ് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു മാപ്പ് ഓർക്കുവാണെങ്കിൽ തന്നെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാവുന്നതേ ഉള്ളൂ ഏതൊക്കെ സ്റ്റേറ്റ്സിൽ കൂടാണ് പാസ് ചെയ്യുന്നതെന്ന്. ഇങ്ങറ്റത്തുള്ള പഞ്ചാബ്, ഹരിയാന തൊട്ട് അങ്ങറ്റത്തുള്ള ആസാം വരെ നോർത്തേൺ പ്ലെയിൻസ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുഡ് ബൗൾ ഓഫ് ഇന്ത്യ, അതേപോലെ ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇറ്റ് ഈസ് ദ നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ. ഇനി ഈ നോർത്തേൺ പ്ലെയിൻസിനെ നമുക്ക് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം ബേസ്ഡ് ഓൺ ഇറ്റ്സ് ലൊക്കേഷൻ. പഞ്ചാബ് പ്ലെയിൻസ്, ഗംഗ പ്ലെയിൻസ് ആൻഡ് ബ്രഹ്മപുത്ര പ്ലെയിൻസ്. അപ്പോൾ പഞ്ചാബ് പ്ലെയിൻസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ നോർത്തേൺ പ്ലെയിൻസ് ആണ്. ഈ പഞ്ചാബ് പ്ലെയിൻസിൽ നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് ഇൻഡസ് റിവറും അതിൻ്റെ ട്രിബ്യൂട്ടറീസും വഴിയുള്ള ഇറിഗേഷനാണ് ഈ പഞ്ചാബ് പ്ലെയിൻസിൽ നടക്കുന്നത്. ഇറ്റ് ഈസ് എ വെസ്റ്റേൺ പാർട്ട് ഓഫ് നോർത്തേൺ പ്ലെയിൻ ഫോംഡ് ബൈ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഇനി കുറച്ച് നമ്മൾ ഈസ്റ്റ് സൈഡിലേക്ക് വരുന്തോറും, ഈസ്റ്റിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യയിലേക്ക് വരുന്തോറും നമുക്ക് ഉള്ളത് അവിടെ ഗംഗ പ്ലെയിൻസ് ആണ്. ഗംഗ പ്ലെയിൻസ് ഇസ് ഫോംഡ് ബൈ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഇപ്പോൾ റിവർ ഗംഗയും അതിൻ്റെ ട്രിബ്യൂട്ടറീസൂടെ ഫോം ചെയ്യുന്നതാണ് ഗംഗ പ്ലെയിൻസ്. ഇനി ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ബ്രഹ്മപുത്ര പ്ലെയിൻസ് ഉണ്ട്. ഇപ്പോൾ ബ്രഹ്മപുത്ര പ്ലെയിൻസിൽ റിവർ ബ്രഹ്മപുത്രയും അതിൻ്റെ ട്രിബ്യൂട്ടറീസും ഇറിഗേറ്റ് ചെയ്യുന്ന നോർത്തേൺ പ്ലെയിൻസിൻ്റെ ഏരിയയാണ് നമ്മൾ ബ്രഹ്മപുത്ര പ്ലെയിൻസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ബ്രഹ്മപുത്ര ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് സിറ്റുവേറ്റഡ് ഇൻ ഈസ്റ്റേൺ ഇന്ത്യ, സ്പെഷ്യലി ഇൻ ആസാം. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മപുത്ര പ്ലെയിൻസിനെ ആസാം പ്ലെയിൻസ് എന്നും ചിലയിടത്ത് റെഫർ ചെയ്യാറുണ്ട്. ഈസ്റ്റേൺ ബൗണ്ടറി വരുന്നത് പൂർവാചൽ ഹിൽസ് ആണ്. ഈ പൂർവാചൽ ഹിൽസ് നമ്മൾ ഹിമാലയയുടെ പല പാർട്സ് നമ്മൾ പഠിക്കാൻ നേരം ഈ പൂർവാചൽ ഹിൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റേൺ മോസ്റ്റ് ടിപ്പിൽ വരുന്ന ഇങ്ങനെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന റേഞ്ച് ഓഫ് ഹിൽസിനെയാണ് നമ്മൾ പൂർവാചൽ ഹിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മുടെ ബ്രഹ്മപുത്ര പ്ലെയിൻസിൻ്റെ ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് എൻഡിൽ വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ബൗണ്ടറി മാർക്ക് ചെയ്യുന്നത് പൂർവാചൽ ഹിൽസ് ആണ്. അപ്പോൾ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ നമുക്ക് നമ്മുടെ നോർത്തേൺ പ്ലെയിൻസിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റിൽ വരുന്ന പഞ്ചാബ് പ്ലെയിൻസ് ആണ്. പഞ്ചാബ് പ്ലെയിൻസിനെ ഇറിഗേറ്റ് ചെയ്യുന്നത് ഇൻഡസ് റിവറും അതിൻ്റെ ട്രിബ്യൂട്ടറീസുമാണ്. പിന്നെ നമുക്ക് നടുക്കായിട്ട് സെൻട്രൽ പോർഷനിൽ വരുന്നത് ഗംഗ റിവറും അതിൻ്റെ ട്രിബ്യൂട്ടറീസും ഇറിഗേറ്റ് ചെയ്യുന്ന ഗംഗ പ്ലെയിൻസും, ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് എൻഡിൽ നമുക്ക് ബ്രഹ്മപുത്ര പ്ലെയിൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആസാം പ്ലെയിൻസ് എന്നും വിളിക്കാറുണ്ട്, വിച്ച് ഇസ് ഇറിഗേറ്റഡ് ബൈ ദ റിവർ ബ്രഹ്മപുത്ര ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഇനി ബേസ്ഡ് ഓൺ റിലീഫ് ഫീച്ചേഴ്സും നമുക്ക് ഈ നോർത്തേൺ പ്ലെയിൻസിനെ വീണ്ടും കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ക്രോസ് സെക്ഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നോർത്തേൺ മോസ്റ്റ് പോയിന്റിൽ നമ്മുടെ ഹിമാലയാസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നോർത്തേൺ പ്ലെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹിമാലയാസ് കഴിഞ്ഞ് നോർത്തേൺ പ്ലെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോർഷനിൽ വരുന്നതാണ് ബാബർ പ്ലെയിൻസ്. ഈ ബാബർ ഏരിയയിൽ നമുക്ക് കൂടുതലും ഈ ഫിഗറിൽ കാണുന്ന കൊണ്ട് തന്നെ പെബിൾ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അതായത് ഈ ഹിമാലയാസിൽ നിന്ന് ഒഴുകി വരുന്ന റിവേഴ്സ് ആദ്യം കൊണ്ടുവരുന്ന ഈ പെബിൾസ്, ചെറിയ റോക്സ്, ഇതെല്ലാം ഫോം ചെയ്യുന്ന ഒരു ഏരിയയാണ് ബാബർ റീജിയൻ. അത് കഴിഞ്ഞ് നമുക്ക് തെറായി റീജിയൻ വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ബംഗർ റീജിയനും പിന്നെ അവസാനം അല്ലെങ്കിൽ റിവറിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഖാദർ റീജിയനും ഉണ്ട്. അപ്പോൾ ഓരോന്നിനെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേതാണ് ബാബർ റീജിയൻ. പാരലൽ ടു ദ സ്ലോപ്പ് ഓഫ് ശിവാലിക് ഫുട് ഹിൽസ്. ഇപ്പോൾ ഹിമാലയാസിൻ്റെ പല പാർട്സിൽ ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഏറ്റവും സദേൺ മോസ്റ്റിൽ വരുന്ന പാർട്ടാണ് ശിവാലിക് റേഞ്ച്. ഈ ശിവാലിക് റേഞ്ചിൻ്റെ ഫുട് ഹിൽസിൽ വരുന്ന പോർഷനാണ് ഈ ബാബർ റീജിയൻ. ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന കൂട്ട് തന്നെ ഒരുപാട് പെബിൾസ് നിറഞ്ഞ ഒരു ഏരിയയാണ് ഈ ബാബർ റീജിയൻ.
ഇറ്റ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് പെബിൾസ് ആൻഡ് റോക്സ് വിച്ച് ആർ ബ്രോട്ട് ഡൗൺ ബൈ ദ റിവർ. ഈ പെബിൾസ് ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ റിവേഴ്സിൻ്റെ പോറോസിറ്റി വളരെ കൂടുതലാണ്. ആ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ പോറോസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഈ റിവേഴ്സ് കുറേ അങ്ങ് താഴേക്ക് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് റിവർ ഒരുപാട് അല്ലെങ്കിൽ വെള്ളം ഒരുപാട് അങ്ങ് നമുക്ക് കാണാൻ പറ്റില്ല, വിസിബിൾ ആയിരിക്കത്തില്ല ഈ റീജിയൻ്റെ പോറോസിറ്റി കാരണം. സ്ട്രീംസ് ഡിസപ്പിയർ ഇൻ ദ ബാബർ ബെൽറ്റ്. കാരണം പോറോസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ വെള്ളം പുറമേ നമുക്ക് അധികം കാണാൻ പറ്റില്ല. അപ്പം ബാബർ റീജിയനെ കുറിച്ച് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫീച്ചർ പറയുന്നത് പെബിൾസ് ഒരുപാട് ഉള്ള ഒരു റീജിയനാണ് ഈ ബാബർ റീജിയൻ. അടുത്തത് തെറായ് റീജിയൻ. ഇപ്പോൾ ബാബർ റീജിയൻ കഴിഞ്ഞ് വീണ്ടും കുറച്ച് താഴേക്ക് റിവർ ഒഴുകി വരുമ്പോൾ ഫോം ചെയ്യുന്ന ഏരിയയാണ് തെറായ് റീജിയൻ. തെറായ് റീജിയൻ ലൈസ് സൗത്ത് ടു ദ ബാബർ ബെൽറ്റ് 10 to 20 കിലോമീറ്റേഴ്സ് വൈഡ്. ഇനി തെറായ് റീജിയൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ വളരെ സ്വാമ്പി അല്ലെങ്കിൽ മാർഷി ആയിട്ടുള്ളൊരു റീജിയൻ ആയിരിക്കും ഈ തെറായ് റീജിയൻ. അത് തന്നെയല്ല ഒരുപാട് തിക്ലി വളരെ ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റും വൈൽഡ് ലൈഫും ഒക്കെയുള്ള റീജിയനാണ് ഈ തെറായ് റീജിയൻ. വെറ്റ്, സ്വാമ്പി ആൻഡ് മാർഷി റീജിയൻ. സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് റീഎമേർജ് ഹിയർ. അപ്പം നേരത്തെ ബാബർ റീജിയനിലെ പോറോസിറ്റി കാരണം വെള്ളം നമുക്കധികം കാണാൻ പറ്റില്ല, വെള്ളത്തിൻ്റെ ഡെപ്ത്. എന്നാൽ ഈ തെറായ് റീജിയനിലേക്ക് വരുമ്പം സ്ട്രീംസ് റീഅപ്പിയർ ചെയ്യും. കാരണം ഇവിടെ പോറോസിറ്റി കുറയുന്നതുകൊണ്ട് തന്നെ സ്ട്രീംസ് വീണ്ടും റീഅപ്പിയർ ചെയ്യുന്നു. തിക്ലി ഫോറസ്റ്റഡ് ആൻഡ് ഫുൾ ഓഫ് വൈൽഡ് ലൈഫ്. ഇനി തെറായ് റീജിയൻ കഴിഞ്ഞ് വീണ്ടും റിവർ ഒഴുകി വരുന്ന ആ ഒരു പോർഷനെയാണ് ബംഗർ റീജിയൻ എന്ന് വിളിക്കുന്നത്. ഈ ബംഗർ റീജിയൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്ലെയിൻ ആയിട്ടുള്ള റീജിയനാണ്. അതായത് നമ്മൾ ഹിമാലയാസിൽ നിന്ന് റിവർ ഒഴുകി വരുമ്പോൾ ആദ്യം ബാബർ റീജിയൻ പറഞ്ഞു, പിന്നെ തെറായ് പറഞ്ഞു, പിന്നെ വീണ്ടും വരുന്ന ഒരു റീജിയനാണ് ഈ ബംഗർ റീജിയൻ. ബംഗർ റീജിയൻ ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ നോർത്തേൺ പ്ലെയിൻ. നോർത്തേൺ പ്ലെയിനിൽ തന്നെ ഏറ്റവും വീതി കൂടിയ പോർഷനാണ് ഈ ബംഗർ റീജിയൻ. ഫോംഡ് ഓഫ് ഓൾഡർ അലൂവിയം. ഈ റിവേഴ്സ് കൊണ്ടുവരുന്ന അലൂവിയത്തിൻ്റെ ഓൾഡർ വേർഷൻസ്, പണ്ട് കൊണ്ടുവന്ന അലൂവിയം ഡെപ്പോസിറ്റ്സ് കാരണം ഫോം ചെയ്ത റീജിയനാണ് ഈ ബംഗർ റീജിയൻ. ഫോംസ് ടെറസ്-ലൈക്ക് ഫീച്ചേഴ്സ് ഹയർ ദാൻ ദ ഫ്ലഡ് പ്ലെയിൻസ് ഓഫ് ദ റിവർ. ഇപ്പോൾ ബംഗർ റീജിയനിൽ ഏറ്റവും നോട്ട് ചെയ്യേണ്ട പോയിന്റാണ് ഈ ടെറസ് ലൈക്ക് പ്ലാറ്റ്ഫോംസ് ഫോം ചെയ്യുന്നത്. റിവേഴ്സിന് മുകളിലായിട്ട് ടെറസ് ലൈക്ക് പ്ലാറ്റ്ഫോംസ് ഫോം ചെയ്യുന്ന റീജിയനാണ് ഈ ബംഗർ റീജിയൻ. അപ്പോൾ ഈ ടെറസ് ലൈക്ക് പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് പുഴ ഒഴുകി പോകുന്നത് കാണാം. ഈ പുഴയുടെ ഫ്ലഡ് പ്ലെയിൻസ് എന്ന് വെച്ചാൽ പുഴയിൽ ഒഴുക്ക് കൂടുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ലെവൽ കൂടുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ കൂടിയാൽ മാക്സിമം ആ വെള്ളം ഒഴുകാവുന്ന ഒരു ലെവൽ വരെയാണ് നമ്മൾ ഫ്ലഡ് പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും കഴിഞ്ഞ് അത് ഈ പച്ചപ്പ് കാണുന്ന അത്രയും പോർഷനാണ് ഫ്ലഡ് പ്ലെയിൻ വരുന്നത്. അതും കഴിഞ്ഞ് മുകളിലേക്ക് ഒരു ടെറസ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്ത് വരുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ബംഗർ എന്ന് വിളിക്കുന്നത്. ബട്ട് ഫോംസ് ടെറസ് ലൈക്ക് ഫീച്ചേഴ്സ് ഹയർ ദാൻ ദ ഫ്ലഡ് പ്ലെയിൻസ് ഓഫ് ദ റിവർ. ഡാർക്ക് ഇൻ കളർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹ്യൂമസ് കണ്ടന്റ്. അപ്പോൾ ഈ ഓർഗാനിക് മാറ്റർ പ്ലാന്റ്സ് ഒക്കെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഹ്യൂമസ് കണ്ടന്റ് ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ഈ പർട്ടിക്കുലർ സോയിൽ കുറച്ചുകൂടി ഡാർക്കർ ആയിരിക്കും. അപ്പോൾ ഇതാണ് ബംഗർ റീജിയനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്തോളുക. ടെറസ് ലൈക്ക് പ്ലാറ്റ്ഫോംസ് റിവേഴ്സിന് മുകളിലായിട്ട്, റിവറിൻ്റെ ഫ്ലഡ് പ്ലെയിനിന് മുകളിലായിട്ട് ടെറസ് ലൈക്ക് പ്ലാറ്റ്ഫോം ഫോം ചെയ്യുന്ന റീജിയനാണ് ബംഗർ റീജിയൻ. അത് കഴിഞ്ഞിട്ടാണ് ഖാദർ വരുന്നത്. റിവറിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന പോർഷൻസാണ് ഈ ഖാദർ റീജിയൻ. ന്യൂ ആൻഡ് യങ് അലൂവിയം ഡെപ്പോസിറ്റ്സ് ഉള്ള റീജിയനാണ് ഖാദർ. കാരണം പുഴ ഒഴുകിക്കൊണ്ട് വരുന്ന ന്യൂവർ അലൂവിയം ഡെപ്പോസിറ്റ്സ് എപ്പോഴും ഉണ്ടാകുന്ന പോർഷനാണ് ഈ ഖാദർ പോർഷൻ. ഇറ്റ് ഇസ് റിന്യൂഡ് ഓൾമോസ്റ്റ് എവറി ഇയർ. കാരണം പുഴ ഒഴുക്കിക്കൊണ്ട് വരുന്ന അലൂവിയൽ ഡെപ്പോസിറ്റ് എപ്പോഴും ഇങ്ങനെ പുതിയ യങ് ആയിട്ടുള്ള അലൂവിയൽ ഡെപ്പോസിറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഓരോ വർഷവും റിന്യൂഡ് ആവുന്നുണ്ട്. വളരെ ഫെർട്ടൈലാണ്. ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്കൊരു ക്രോസ് സെക്ഷൻ നമുക്ക് കാണാം. ഹിമാലയ മൗണ്ടൻസ് കാണാം, അവിടെ നിന്ന് ഒഴുകി വരുന്ന പുഴ. ആദ്യം ബാബർ പോറസ് ആയിട്ടുള്ള റീജിയൻ കാണാം. അത് കഴിഞ്ഞ് വെജിറ്റേഷൻ അല്ലെങ്കിൽ തിക്ക് ഫോറസ്റ്റും വൈൽഡ് ലൈഫും ഒക്കെ ഉള്ള തെറായ് റീജിയൻ കാണാം. ഇവിടെ റിവർ റീഎമേർജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ബാബർ റീജിയനിലെ പടത്തിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം റിവർ അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. എന്നാൽ തെറായ് റീജിയനിലേക്ക് വരുമ്പോൾ റിവർ വീണ്ടും റീഎമേർജ് ചെയ്യുന്നു. പിന്നീട് ഇത് ഒഴുകി വരുമ്പോൾ റിവറിനോട് ചേർന്ന് കിടക്കുന്ന ആ പോർഷനാണ് ഖാദർ റീജിയൻ എന്ന് പറയുന്നത്. അതിന് മുകളിലായിട്ട് ഒരു ടെറസ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നതാണ് ബംഗർ റീജിയൻ. അപ്പോൾ ഇത്രയാണ് നോർത്തേൺ പ്ലെയിൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം നോർത്തേൺ പ്ലെയിൻസിൻ്റെ മറ്റ് പേരുകൾ ഫുഡ് ബൗൾ ഓഫ് ഇന്ത്യ, അതേപോലെ ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ, ഇത് ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടെ പാസ് ചെയ്യുന്നു. പിന്നെ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. പഞ്ചാബ് പ്ലെയിൻസ്, ഗംഗാ പ്ലെയിന്, ബ്രഹ്മപുത്ര പ്ലെയിന്. പിന്നെ നമ്മൾ ഇതിനെ ബേസ്ഡ് ഓൺ റിലീഫ് ഫീച്ചർ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഫീച്ചറിൻ്റെയും ബംഗർ, ഖാദർ, തെറായിൻ്റെയൊക്കെ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം.
പ്ലെയിൻസിൽ കൂടെ ഒഴുകി വരുന്ന റിവേഴ്സായ ഗംഗയും ബ്രഹ്മപുത്രയും ഒഴുകി ഇറങ്ങുന്നത് ബേ ഓഫ് ബംഗാളിലേക്കാണ്. അപ്പോൾ ഈ റിവേഴ്സ് ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകി ഇറങ്ങുന്ന പോർഷനിൽ ഒരു ഡെൽറ്റ ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതിനെയാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയിൽ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അവിടെ അറിഞ്ഞിരിക്കാനുണ്ട്, സുന്ദർബൻസ് എന്ന് വിളിക്കുന്ന മാംഗ്രോവ് ഫോറസ്റ്റിനെ കുറിച്ച്. അപ്പോൾ സുന്ദർബൻസ് എന്ന് വിളിക്കുന്ന മാംഗ്രോവ് എവിടെയാണ് കാണപ്പെടുന്നത് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമ്മുടെ വെസ്റ്റ് ബംഗാളിലൊക്കെ താഴെ ഈ ഗംഗ ബ്രഹ്മപുത്ര റിവേഴ്സ് ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകി ഇറങ്ങുന്ന പോർഷനിൽ ഒരു ഡെൽറ്റ ഫോർമേഷൻ ഉണ്ട്. അതിനെയാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ഈ ഡെൽറ്റ ഫോർമേഷൻ ഇസ് ദ ലാർജസ്റ്റ് ഡെൽറ്റ ഇൻ ദ വേൾഡ്. ആൻഡ് ഇവിടാണ് ഈ സുന്ദർബൻസ് എന്ന് മാംഗ്രോവ് സ്വാമ്പ് കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്തോണേ. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കായ നമ്മുടെ പ്ലാറ്റൂവിനെ കുറിച്ച്, ഇന്ത്യൻ പ്ലാറ്റൂവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ബ്രേക്കിംഗ് ആൻഡ് ഡ്രിഫ്റ്റിംഗ് ഓഫ് ദ ഗോണ്ട്വാന ലാൻഡ്. അപ്പോൾ പണ്ട് നമ്മുടെ ഇന്ത്യയൊക്കെ ഫോം ചെയ്യുന്നതിന് മുന്നേ ഒരു ഗോണ്ട്വാന ലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു പ്ലേറ്റ്, ഒരു ലാർജ് ലാൻഡ് മാസ് ഇന്ത്യ ഇപ്പോൾ ഇരിക്കുന്ന ലൊക്കേഷനിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തു വരികയും ഈ ഗോണ്ട്വാന ലാൻഡ് എന്നറിയപ്പെടുന്ന ലാൻഡ് മാസ് അന്നത്തെ യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് ഒന്ന് ഇടിച്ച് അവിടെ ടെക്ടോണിക് പ്ലേറ്റ്സ് ഫോൾഡായി അങ്ങനെയായിരുന്നു നമ്മുടെ ഹിമാലയാസ് ഫോം ചെയ്തത്. അപ്പോൾ ഈ ഗോണ്ട്വാന ലാൻഡിൻ്റെ പോർഷനാണ് ഇന്നത്തെ എക്സിസ്റ്റിംഗ് പ്ലാറ്റു എന്ന് നമ്മൾ വിളിക്കുന്ന ഇന്ത്യൻ പ്ലാറ്റു. അപ്പോൾ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ബ്രേക്കിംഗ് ആൻഡ് ഡ്രിഫ്റ്റിംഗ് ഓഫ് ദ ഗോണ്ട്വാന ലാൻഡ്. അതുകൊണ്ടാണ് ഇതിനെ ഓൾഡസ്റ്റ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. പ്ലാറ്റു ഈ ഗോണ്ട്വാന ലാൻഡിൻ്റെ പാർട്ടായതുകൊണ്ട് തന്നെ അത് പുതുതായിട്ട് ഫോം ചെയ്തൊരു ലാൻഡ് ഫീച്ചർ അല്ല, അത് ഡ്രിഫ്റ്റ് ചെയ്ത് വന്ന് ഇപ്പോഴത്തെ ലൊക്കേഷൻ ഇരിക്കുന്നു എന്നതേ ഉള്ളൂ. ഹിമാലയാസ് ഇതിന് ശേഷമാണ് ഈ ഗോണ്ട്വാന ലാൻഡ് വന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് ക്രാഷ് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഹിമാലയാസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഹിമാലയസിനെക്കാട്ടിലും ഏജ് കൂടിയ ലാൻഡ് മാസ് തന്നെയാണ് ഈ നമ്മുടെ പ്ലാറ്റു. It is bounded by the Aravallis in the northwest, western and eastern Ghats. അപ്പോൾ പ്ലാറ്റുവിൻ്റെ ഒരു ലൊക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെൻട്രൽ പോർഷനിലാണ് വരുന്നത്, സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറി നമ്മൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് സൈഡിൽ ഇറ്റ് ഇസ് ബൗണ്ടഡ് ബൈ ദ വെസ്റ്റേൺ ഘട്ട്സ് ആൻഡ് ഈസ്റ്റേൺ സൈഡിൽ ഇറ്റ് ഇസ് ബൗണ്ടഡ് ബൈ ദ ഈസ്റ്റേൺ ഘട്ട്സ്. നോർത്ത് പോർഷൻ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ പോർഷനിൽ നമ്മുടെ ഥാർ ഡെസേർട്ടിൻ്റെയൊക്കെ ബൗണ്ടറി വരുന്ന അരാവലി റേഞ്ചസ് ആണ് ഈ പ്ലാറ്റുവിൻ്റെ ബൗണ്ടറിയിൽ വരുന്നത്. ഇറ്റ് ഇസ് എ ട്രയാങ്കുലർ ഷേപ്ഡ് ടേബിൾ ലാൻഡ്. ട്രയാങ്കുലർ ഷേപ്പിൽ വരുന്ന ഒരു ടേബിൾ ലാൻഡാണ്. ടേബിൾ ലാൻഡ് എന്ന് വിളിക്കാൻ കാരണം ഇതൊരു കുറച്ച് മുകളിലോട്ടാണ്, അതായത് ചുറ്റും രണ്ട് സൈഡിലും വരുന്ന നമ്മുടെ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിനെ വെച്ചൊക്കെ നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ പൊങ്ങി ഒരു ടേബിൾ ലൈക്ക് ഫോമിലാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ടേബിൾ ലാൻഡ് എന്ന് വിളിക്കുന്നത്. മോസ്റ്റ് പാർട്ട് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്ലാക്ക് സോയിൽ. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇന്ത്യയിൽ നമ്മൾ ബ്ലാക്ക് സോയിൽ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ കോട്ടൺ സോയിൽ എന്ന് വിളിക്കുന്ന ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ പ്ലാറ്റു ഫോർമേഷനിലാണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ കോട്ടൺ കൾട്ടിവേഷൻ. അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഇനി ഈ പെനിൻസുല പ്ലാറ്റുവിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സെൻട്രൽ ഹൈലാൻഡ്സ് ആൻഡ് ഡെക്കൻ പ്ലാറ്റു. ഈ ഒരു മാപ്പിൽ നമുക്ക് കാണാം നമ്മുടെ പെനിൻസുല പ്ലാറ്റൂവിൽ കൂടെ ഒഴുകിപ്പോകുന്ന നർമ്മദ റിവർ. ഈ നർമ്മദ റിവറിൻ്റെ മുകളിലത്തെ പോർഷനെ നമ്മൾ സെൻട്രൽ ഹൈലാൻഡ്സ് എന്നും താഴത്തെ പോർഷനെ നമ്മൾ ഡെക്കൻ പ്ലാറ്റു എന്നും വിളിക്കുന്നു. ഇറ്റ് ഇസ് സെപ്പറേറ്റഡ് ബൈ ദ വിന്ധ്യ ആൻഡ് സത്പൂര റേഞ്ചസ്. ഇപ്പം നേരത്തെ പറഞ്ഞുകൊണ്ട് നർമ്മദ റിവർ ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കൂടെ ഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ നർമ്മദ റിവർ ഒഴുകുന്നത് വിന്ധ്യ റേഞ്ചിൻ്റെ സത്പുര റേഞ്ചിൻ്റെ ഇടയ്ക്കൂടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ് സെപ്പറേറ്റഡ് ബൈ ദ വിന്ധ്യ ആൻഡ് സത്പുര റേഞ്ച് എന്ന് വിളിക്കുന്നത്. റിവർ ഫ്ലോയിങ് ത്രൂ ദ മിഡിൽ ഓഫ് ദ പെനിൻസുല പ്ലാറ്റു ഇസ് ദ നർമ്മദ റിവർ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഈ പെനിൻസുല പ്ലാറ്റുവിന് നടുക്കൂടെ ഫ്ലോ ചെയ്യുന്ന റിവർ അല്ലെങ്കിൽ പെനിൻസുല പ്ലാറ്റുവിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന റിവർ അല്ലെങ്കിൽ സെൻട്രൽ ഹൈലാൻഡ്സിൻ്റെയും ഡെക്കൻ പ്ലാറ്റുവിൻ്റെയും ബൗണ്ടറി മാർക്ക് ചെയ്യുന്ന റിവർ ഏതാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഉത്തരം നർമ്മദ റിവറാണ്. ഇനി ഇതിൻ്റെ ഈ രണ്ട് പാർട്സിനെ കുറിച്ച് നമുക്കിനി നോക്കാം. ആദ്യത്തേത് സെൻട്രൽ ഹൈലാൻഡ്സ്. മുകളിൽ വരുന്ന ഡെക്കൻ പ്ലാറ്റുവിൻ്റെ പോർഷനാണ് ഈ സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ലൈസ് ടു ദ നോർത്ത് ഓഫ് ദ നർമ്മദ റിവർ, ബൗണ്ടഡ് ബൈ ദ അരാവല്ലി ഇൻ ദ നോർത്ത് വെസ്റ്റ് ആൻഡ് സത്പുര റേഞ്ച് ഇൻ ദ സൗത്ത്. അപ്പം നോർത്ത് വെസ്റ്റിൽ നമുക്ക് അരാവല്ലി റേഞ്ച് ഇവിടെ ഈ പോർഷനിൽ വരുന്നുണ്ട്, താഴെ നമുക്ക് സത്പുര റേഞ്ചും വരുന്നുണ്ട്. മേജർ പാർട്ട് ഓഫ് ദ മാൽവ പ്ലാറ്റു. ഈ സെൻട്രൽ ഹൈലാൻഡ്സിൽ വരുന്ന ഒരു പ്ലാറ്റു ഫോർമേഷനാണ് മാൽവ പ്ലാറ്റു എന്ന് വിളിക്കുന്ന ഒരു പ്ലാറ്റു. ഇത് കൂടുതലും മധ്യപ്രദേശ് റീജിയനിൽ വരുന്നൊരു പ്ലാറ്റു ആണ്. അപ്പോൾ ഈ സെൻട്രൽ ഹൈലാൻഡ്സിൻ്റെ മേജർ പോർഷനും ഓക്കുപ്പൈ ചെയ്യുന്നത് ഈ മാൽവ പ്ലാറ്റു ആണ്. ഇറ്റ് മേക്സ് അപ്പ് ദ സെൻട്രൽ ഹൈലാൻഡ്സ്. സ്ലോപ്പ് ഇസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്.
അപ്പോൾ ഈ ടേബിൾ ലാൻഡ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, കുറച്ച് പൊങ്ങിയാണ് നിൽക്കുന്നത് കമ്പയർ ടു ദ പ്ലെയിൻസ്. അപ്പോൾ ആ ടേബിൾ ലാൻഡിൻ്റെ സ്ലോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ് ഇത് സ്ലോപ്പ് ചെയ്യുന്നത്. സ്ലോപ്പ് ഇസ് ഫ്രോം വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പോൾ ഇത്രയാണ് സെൻട്രൽ ഹൈലൈൻസിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൻ്റെ ബൗണ്ടറി ഓർക്കുക, നോർത്ത് വെസ്റ്റിൽ നമുക്ക് അരാവലി ഹിൽസ് വരുന്നുണ്ട്. നമ്മുടെ ഈ ഥാർ ഡെസേർട്ടിൻ്റെ ഒക്കെ ബൗണ്ടറി ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു റേഞ്ചാണ് ഈ അരാവലി ഹിൽസ്. അത് കഴിഞ്ഞ് സൗത്തിൽ നമുക്ക് സത്പുര റേഞ്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ നർമ്മദ റിവർ നോർത്താലും മതി. ഇനി ഇതിൻ്റെ സ്ലോപ്പ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഫ്രോം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇനി താഴെ വരുന്ന പോർഷനാണ് ഡെക്കൻ പ്ലാറ്റോ. Triangular landmass lies to the south of Narmada river. It is bounded by the Vindhya Satpuras in the north and western and eastern Ghats. ഇപ്പോൾ നോർത്ത് പോർഷനിൽ നമ്മുടെ നർമ്മദ റിവർ അല്ലെങ്കിൽ വിന്ധ്യ ആൻഡ് സത്പുര റേഞ്ച് വരുന്നുണ്ട്. വെസ്റ്റിലും ഈസ്റ്റിലും നമുക്ക് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഘട്ട്സ് വരുന്നുണ്ട്. സദേൺ പാർട്ട് ഓഫ് ഡെക്കൻ പ്ലാറ്റോനെ നീൽഗിരി ഹിൽസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് ലാവ പ്ലാറ്റോ ഇൻ ദ വേൾഡ്. അപ്പോൾ ഈ ഡെക്കൻ പ്ലാറ്റോയിൽ പ്ലാറ്റോ ഫോർമേഷൻ വന്നിരിക്കുന്ന ലാവ ഫോർമേഷൻ വഴിയാണ്. അതായത് വോൾക്കാനിക് ഇറപ്ഷൻസ്, ലാവ തണുത്ത് ഉണ്ടായ പ്ലാറ്റോ ഫോർമേഷനാണ് ഈ ഡെക്കൻ പ്ലാറ്റോ. ഇറ്റ് ഈസ് ഓൾഡസ്റ്റ് പാർട്ട് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. അപ്പോൾ പ്ലാറ്റോ ആണ്, ഇന്ത്യൻ പെനിൻസുല പ്ലാറ്റോ ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ഫോർമേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അതിലെയും ഏറ്റവും ഓൾഡസ്റ്റ്, നമ്മൾ ഈ സെൻട്രൽ ഹൈലൈൻസും ഡെക്കൻ പ്ലാറ്റോയും തമ്മിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഓൾഡസ്റ്റ് വരുന്നത് ഡെക്കൻ പ്ലാറ്റോ ആണ്. സ്ലോപ്പ് ഇസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ്. ഇപ്പോൾ ഇന്ത്യയിലെ സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് എന്നറിയപ്പെടുന്ന ഏത് ഫോർമേഷനാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡെക്കൻ പ്ലാറ്റോ. കാരണം ഈ ലാവ ഫോർമേഷൻ വഴി ഫോം ചെയ്ത ഒരു ലാൻഡ് മാസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് മിനറൽ റിച്ച് ആണ് ഈ ഡെക്കൻ പ്ലാറ്റോ. ഒരുപാട് മിനറൽസ് നമുക്ക് ഡെക്കൻ പ്ലാറ്റോയിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഡെക്കൻ പ്ലാറ്റോ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് എ ട്രയാങ്കുലർ ലാൻഡ് മാസ്. നോർത്തിൽ നമുക്ക് നർമ്മദ റിവർ അല്ലെങ്കിൽ വിന്ധ്യ സത്പുര റേഞ്ച് വരുന്നുണ്ട്. വെസ്റ്റിൽ വെസ്റ്റേൺ ഘട്ട്സ്, ഈസ്റ്റിൽ ഈസ്റ്റേൺ ഘട്ട്സ്, സദേൺ മോസ്റ്റ് പോർഷനെ നമ്മൾ നീൽഗിരി ഹിൽസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇറ്റ് ഇസ് എ ലാർജസ്റ്റ് ലാവ പ്ലാറ്റോ ഇൻ ദ വേൾഡ്. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് എ സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത്രയാണ് ഡെക്കൻ പ്ലാറ്റോനെ, നമ്മുടെ പെനിൻസുലാർ പ്ലാറ്റോ സിസ്റ്റത്തിലെ ഡെക്കൻ ആൻഡ് സെൻട്രൽ ഹൈലൈൻസിനെ കുറിച്ച് ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.